പുഞ്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ശാർക്കര ചന്ദ്രശേഖരനെ കുറിച്ചുള്ള വിശേഷങ്ങളുമായാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ചന്ദ്രശേഖരനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നിത്യഹരിത നായകനും ചെറിയകിഴി നിവാസിയുമായ പ്രേം നസീർ സാറാണ് ഈ ചന്ദ്രശേഖരനെ ശാർക്കര അമ്പലത്തിൽ നടക്കിരുത്തിയത്. ശാർക്കര അമ്പലത്തിൽ നടക്കിരുത്തിയ ചന്ദ്രശേഖരൻ ചരിയുകയും പിന്നെ അവിടെയുള്ള കമ്മിറ്റിക്കാരും എല്ലാവരും ചേർന്നാണ് പുതിയ ഒരു ആനയെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വാങ്ങുകയും ആ ആനയ്ക്കും നമ്മുടെ ചന്ദ്രശേഖരൻ്റെ അതേ പേര് തന്നെ കൊടുക്കുകയുണ്ടായി. ഇതാണ് നമ്മുടെ പ്രശസ്തമായ ശാർക്കര ക്ഷേത്രം. ഒട്ടുമിക്കവർക്കും അറിയാവുന്ന ഒരു ക്ഷേത്രമാണ്. വളരെ പുരാതനവും വളരെയധികം പ്രത്യേകതയുമുള്ള പ്രശസ്തമായ ശാർക്കര ദേവി ക്ഷേത്രം. ഇവിടുത്തെ കാളിയൂട്ടും ശാർക്കര പൊങ്കാലയും തൂക്കവും എല്ലാം വളരെ പ്രശസ്തമാണ്. ചിറയൻകീഴ് ശാർക്കരയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷന് തൊട്ട് പുറകെയായി തന്നെയാണ് ശാർക്കര അമ്പലമുള്ളത്. അമ്പലത്തിന് തൊട്ടടുത്തായി തന്നെയാണ് നമ്മുടെ ആനക്കൊട്ടിലുള്ളത്. നിലവിൽ അമ്പലത്തിൽ 2 ആനകളാണുള്ളത്. ചന്ദ്രശേഖരനെ കൂടാതെ മറ്റൊരു ആന കൂടിയുണ്ട്. എന്നാൽ ഈ 2 ആനകളിൽ ഏറ്റവും വലിപ്പമുള്ളത് നമ്മുടെ ചന്ദ്രശേഖരന് തന്നെയാണ്. ആള് സ്വല്പം കുറുമ്പനാണ്. സ്വന്തമായി കിരീടമൊക്കെ വെച്ചാണ് ആളുടെ നിൽപ്പ് തന്നെ. മഴപ്പാടുള്ള സമയത്ത് ആരെയും ആ കോമ്പൗണ്ടിനടുത്തോട്ടേ അടുപ്പിക്കാറില്ല. അവൻ്റെ കയ്യിൽ കിട്ടുന്ന എന്താ വലിച്ചെറിയുന്ന ഒരു സ്വഭാവമുണ്ട്. വധിക്കുന്നവരെല്ലാവരും സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ നല്ല ഏറി കിട്ടുമെന്ന സാരം. പിന്നെ ഉള്ള ഒരു പ്രത്യേകത, ഇത് വേറെ ഒരു ക്ഷേത്രത്തിൽ പോകില്ല എന്നുള്ളതാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകുന്നതിന് മുന്നേ ആനയുടെ അനുവാദം ചോദിക്കാം, അവിടെ കൊണ്ടുപോകട്ടെ. ചന്ദ്രശേഖരൻ ഒരു കാരണവശാലും ശാർക്കര അമ്പലം വിട്ട് വേറെ അമ്പലത്തിൽ പോകാൻ തയ്യാറായില്ല. ഇവിടുന്ന് നാട്ടുകാരുമായി തന്നെ അത്യാവശ്യം നല്ല സൗഹൃദത്തിലാണ്. ആളും തരവും കണ്ട് മാത്രമേ ചന്ദ്രശേഖരൻ പെരുമാറുകയുള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. അറിയാവുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ചന്ദ്രശേഖരൻ വളരെയധികം സൈലൻ്റാണ്. എന്നാൽ ചില സമയങ്ങളിൽ അപരിചിതരെ കണ്ടു കഴിഞ്ഞാൽ ഒരേറൊക്കെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. ഈ ആനക്കൊട്ടിലും തൊട്ട് ചേർന്ന് തന്നെ ചെറിയൊരു ശബ്ദം. മുൻകാലങ്ങളിൽ അതിൽ ഓടുപാകിയാണ്. അതിൽ പകുതിയിൽ കൂടുതൽ ഓടും ചന്ദ്രശേഖരൻ തന്നെ ഇറങ്ങി പൊട്ടിക്കുകയാണ്. അങ്ങനെ ഓട് മാറ്റി നിലവിൽ ഷീറ്റാക്കിയിട്ട് ഇപ്പം മടപ്പാടുള്ളതിനാൽ ചന്ദ്രശേഖരനെ നല്ല രീതിയിൽ കെട്ടിയിട്ടില്ല. ആള് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കയ്യിൽ കിട്ടുന്ന എന്തിങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കും. മടപ്പാടില്ലെങ്കിൽ ആള് വലിയ പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്കുള്ള കുറുമ്പുകൾ മാത്രമേ ഉള്ളൂ. എന്നാലും പ്രശ്നമില്ലാതെ ഇതിൽ തന്നെ ആനയും പാപ്പാനുമായിട്ടുള്ള സംഭാഷണം കേൾക്കാൻ നല്ല രസമാണ്. പാപ്പാൻ ഓരോ കാര്യം ചോദിക്കും, അതിന് മറുപടിയായി ആന മൂളിക്കൊണ്ടേയിരിക്കും. നല്ല രസമാണ്. നമുക്ക് അവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചന്ദ്രശേഖരനെ കെട്ടി തളച്ചിരിക്കുന്നതിന് തൊട്ടടുത്തുള്ള ആൽമരമാണിത്. അതിൽ നോക്കിയാൽ വ്യക്തമായി കാണാം ഒരുപാട് ഓലയും മടലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതിൻ്റെ മേളിൽ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്.
ഇത് ചന്ദ്രശേഖരൻ്റെ ഓരോ കുസൃതികളാണ്. കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ വളരെ ഉയരത്തിലും വളരെ ദൂരത്തിലേക്കും വലിച്ചെറിഞ്ഞുകൊണ്ട് അത്യാവശ്യം നല്ല ഉന്നതമാണ് ആളിന്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ദേഹത്ത് എറിഞ്ഞ് കൊള്ളിക്കാൻ ആശാന് ഒരു പ്രത്യേക കഴിവുണ്ട്. എന്തായാലും മതപ്പാടൊക്കെ കഴിഞ്ഞ് ആൾ ഒന്ന് ക്ലിയറായി വരുന്ന സമയമാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ നിൽക്കുന്നു. എങ്കിലും ആ കോമ്പൗണ്ട് ഉള്ളിലോട്ട് അധികം കയറിയിട്ടില്ല. പുറമേ നിന്നാണ് നമ്മളിതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നല്ല നല്ല വീഡിയോകളുമായി എപ്പിസോഡിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ